രത്തൻ ടാറ്റ എന്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയില്ല? ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം ഉണ്ടായിട്ടും ഇന്ത്യയിലെ ആദ്യ 10 സമ്പന്നരുടെ പട്ടികയിൽ പോലും രത്തൻ ടാറ്റയും ടാറ്റ ഗ്രൂപ്പുമില്ല. ഇതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. സമ്പത്തിന്റെ 65% ടാറ്റ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ടാറ്റ ഗ്രൂപ്പ് ചെലവഴിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം തുടങ്ങി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചാരിറ്റിക്ക് മാത്രമായി ടാറ്റ ഇതുവരെ ചിലവഴിച്ച തുക ഏകദേശം 10,000 കോടിയിലധികം രൂപയാണ്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം രത്തൻ ടാറ്റ എന്തുകൊണ്ട് ഇന്ത്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇടം നേടിയില്ല എന്ന്. ടാറ്റ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോവിഡ് സമയത്ത് കേരളത്തിനായി ടാറ്റ ഗ്രൂപ്പ് കാസർഗോഡ് ഒരു ആശുപത്രി തന്നെ നിർമ്മിച്ചു നൽകിയത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പണത്തേക്കാൾ മൂല്യത്തെ സ്നേഹിച്ച, തന്റെ ജീവനക്കാരെയും സാധാരണ ജനങ്ങളെയും ചേർത്ത് പിടിച്ച, കർമ്മവീഥിയിൽ അനശ്വര മുദ്ര പതിപ്പിച്ച, സർവരോടും കാരുണ്യം പുലർത്തിയ രത്തൻ ടാറ്റ എന്ന അനിതര സാധാരണ മനുഷ്യനോട് രാജ്യം എന്നും കടപ്പെട്ടിരിക്കും.